സാധു കൊച്ചുകുഞ്ഞു വിദേശി തെക്കൻ ഭാരതത്തിന്റെ അനേക പ്രദേശങ്ങളിൽ അദ്ദേഹം സുവിശേഷ സത്യങ്ങളെ പ്രഘോഷിക്കുകയുണ്ടായി. അതേസമയം അദ്ദേഹം നിരവധി ഭക്തിഗാനങ്ങൾ രചിക്കുകയുണ്ടായി. ജീവിതത്തിന്റെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ആശ്വാസം നൽകുന്നതിന്. അജൻസി ക്രിയേഷൻസ് പുറത്തുവെക്കുന്ന ഈ DVD അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഗുണനിലവാരത്തിൽ മികവുള്ളതായിരിക്കും. ഈ DVD പുറത്തിറക്കുന്നത് തന്നെ ബലഹീനരെയും അശരണരെയും ആലംബഹീനരെയൊക്കെ സഹായിക്കുന്നതിനും അവർക്ക് കൈതാങ്ങൽ കൊടുക്കുന്നതിനുമാണ്. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ കരുതൽ അഥവാ ക്യാൻസർ കെയർ കൗൺസിലിംഗ് സെന്റർ, അതിന്റെ പ്രവർത്തനത്തിന് ഇതിന്റെ വരുമാനം മാറ്റിവെക്കുന്നു എന്നറിയുന്നതിൽ ഭദ്രാസന എപ്പിസ്കോപ്പ എന്ന രീതിയിലും ഭദ്രാസന ചുമതലക്കാർ എന്ന രീതിയിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷം. ഈ പ്രസ്ഥാനത്തിന്, പ്രവർത്തനത്തിന് ഏറ്റവും അധികം നന്മകൾ ദൈവത്തിൽ നിന്നുണ്ടാകട്ടെ. ഏറ്റവും ഫലപ്രദമാകട്ടെ, അനുഗ്രഹമാകട്ടെ. അപ്പച്ചൻ എന്തിയടി? അപ്പുറത്തുണ്ട്. അപ്പച്ച, ഞാനോട് വരട്ടെ പാടത്തേക്ക്? വേണ്ട മോളെ, പൊരിഞ്ഞ വെയിൽ കൊണ്ടാ സൂക്കേട് വരത്തില്ലയോ. മക്കള് വരണ്ട. എടി കാളിയേ, കിട്ടിച്ചന്റെ വെമ്പർന്നത്തിക്ക് ഇതല്ലയോ മാസം? അതേന്നേ, നല്ല സ്നേഹമുള്ള വെമ്പർന്നോരാ. അവരുടെ മൂത്ത കൊച്ചൻ ആറ്റുവീണല്ലോ ചാത്തത്. അതുണ്ടായിരുന്നെങ്കിൽ ഇട്ടിച്ചനൊരു തുണയായേനെ. നേരാ, പിന്നത്തെ എല്ലാം പെണ്ണല്ലയോ? ആ അപ്പച്ച, അപ്പച്ച, എന്നതാ കൊച്ചേ? അമ്മച്ചിക്ക് എന്തോ ദീനം. വലിയ വായിലെ കിടന്ന് കരയുവാ. എടിയേ, എന്തോ സംഗതിയുണ്ട്. ചേട്ടത്തിക്ക് നോവ് തുടങ്ങിയോ? ഏതായാലും ഇതങ്ങോട്ട് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. ദൈവം കനിഞ്ഞോ? ആമ്പിള്ളയാ. എന്റെ ദൈവമേ, നീ കരഞ്ഞു. തള്ളേം പിള്ളേം സുഖം. പിള്ള കയറി കണ്ടോളൂ. മക്കളും കുഞ്ഞിനെ കാണാം. എനിക്കാദ്യം കാണണം. ഇടയാറെന്നുള്ള ദേശത്ത് മുത്താം പാക്കൽ ഭവനത്തിൽ മുത്തു പിറന്നീ, മണിമുത്തു പിറന്നീ.
നക്ഷത്രങ്ങൾ കണ്ണിൽ വിരിഞ്ഞി. പിച്ച വെച്ചു നടന്നു അവൻ തിരുവാറന്മുളക്കരയിൽ. പൂമ്പാറ്റകളും തേൻകുരുവികളും ഉണ്ണിക്കു കൂട്ടായി പറന്നു. അവൻ താരാട്ടു കേട്ടു വളർന്നു. അക്ഷരങ്ങളിൽ വെട്ടമാക്കിയ കൊച്ചുകുഞ്ഞല്ലേ, അക്കമെല്ലാം പൂത്തുലഞ്ഞൊരു പിഞ്ചു മനസ്സല്ലേ. മുൻപനായതി വമ്പനായവൻ വളർന്നിടുന്ന ചെമ്മീ. പമ്പയാറിന്റെ തീരത്തു സുവിശേഷ വചനമുണരുന്ന നാട്. മാരാമൺ കരയിലെ സ്തുതിഗീതകം പാടി മണിക്കുയിലാടുന്ന ചേല്. ഞാറ്റുവേലയ്ക്ക് വിത്തെറിഞ്ഞിട്ട് നീരൊടുക്കുന്നു ചെറുവികൾ. ആറന്മുളയാറിൻ കുഞ്ഞു കണ്ണാടി നോക്കി നിൽക്കുന്നു താരകൾ, നോക്കി നിൽക്കുന്നു താരകൾ. അച്ചായോ? ഓ എന്നാ, എടി കൊച്ചു കുഞ്ഞെന്തേടി? അവൻ പള്ളിക്കുടുത്തി പോയിരിക്കും അല്ലയോ? എടി ആ വടക്കേലെ കൊച്ചാപ്പിച്ചായന്റെ മോളെടുത്ത് അന്നക്കുട്ടി ഇല്ലയോടി? എടിയാ കുറിയന്നൂര് കെട്ടിച്ചേ. ഓ, നമ്മുടെ വട്ടപ്പന തോമാച്ചൻ കിട്ടിയ. ആ. അവക്ക് എന്നാ പറ്റിയ ചായ? തോമാച്ചന്റെ മോള് കൊച്ചിനെ നീ കണ്ടിട്ടുണ്ടോടി? ആ, ഏലിക്കുട്ടി അല്ലയോ? അവളെ ഞാൻ നന്നേ ചെറുപ്പത്തിൽ കണ്ടതാ. ആ അത് തന്നെ. ആ കൊച്ചിനെ നമ്മുടെ കൊച്ചു കുഞ്ഞിനെ കൊണ്ടൊന്ന് കെട്ടിച്ചാലോടി. അയ്യോ, ഈ ചാച്ചൻ എന്നാ വർത്താനം ഈ പറയുന്നേ? കൊച്ചുകുഞ്ഞിനിപ്പൊ എത്ര വയസ്സായെന്നാ? അവൻ ഈ വൃശ്ചികത്തെ 12 തികയത്തേ ഉള്ളൂ. എടി മറിയേ, ഇവിടെ ഉള്ളതെല്ലാം വിറ്റുപറക്കിയല്ലയോ നമ്മൾ 4 കൊച്ചുങ്ങളെ കെട്ടിച്ചത്. ഇനി ഈ വീടും പറമ്പും മാത്രം ബാക്കി. എനിക്കിനി പണിയെടുക്കാൻ മേലാണ്ടായി. ഇനി എത്ര നാള് ജീവിച്ചിരിക്കുമെന്നാ? വേണ്ട, അതിനും പറയാതിച്ചായ. നമ്മള് ജീവിച്ചിരിക്കുമ്പോ അവനൊരു ജീവിതമായ നന്ന്. ശിരോമണി യുവകുമാരി മേരിയമ്മ കന്നി മേരിയമ്മ നാരി ശിരോമണി. എടി മറിയേ. ഓ, ഞാൻ വരുന്നേ. കർത്താവേ. അല്ല, കുറിയന്നൂര് പോയിട്ട് എന്തായി? വട്ടപ്പന തോമാച്ചനെ കണ്ടു. ആഹാ. കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചു. കുംഭം പറക്കുമ്പം കല്യാണം നടത്താമെന്ന് അവര് സമ്മതിച്ചു. ഓ, അത് ശരി. അപ്പൊ സമയം ഇങ്ങ് അടുത്തല്ലോ. ഞാൻ ഇന്നലെ പള്ളിമേടെ ചെന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞായിരുന്നേ. മക്കള് കയറിയാട്ടെ. കേറിക്കോ. അങ്ങോട്ട് കയറിയോ. മക്കളെ പതുക്കെ കയറാൻ കേട്ടോ. ചേട്ടത്തി പടിയാലിരുന്നു. ആ
ഓ ഇനിയിപ്പൊ വീട്ടിൽ ചെന്നാ നിരിക്കാൻ നേരം കാണാം. കണ്ണുകാലിയെല്ലാം കണ്ടത്തി കിടക്കില്ലയോ? ആണോ? ആ എന്തോ ചെയ്യാ. വള്ളം നല്ലപോലെ അടുക്കട്ടെ. ചാടാതെ വള്ളം അമ്മച്ചി ഞാൻ ബലകൃതി പോവില്ല. അതെന്നാടാ? കൊച്ചുകുഞ്ഞിനെ സാറുമാരും പിള്ളേരും കളിയാക്കി. അതിനകത്തിനാ? എന്നാത്തിനാണെന്നോ? കല്യാണം കഴിച്ചതിന് ഞാനി പോവൂല. എന്തുവാടാ കൊച്ചുകുഞ്ഞെ? സൈമ എന്തുവാ കാര്യം? അവനെ പെണ്ണ് കിട്ടി ഇനി പിള്ളേര് കളിയാക്കിയെന്ന്. അത്രേ ഉള്ളൂ. സാരമില്ല, കൊച്ചുകുഞ്ഞിനി അവിടെ പോകണ്ട. മോനെ ഇനി അപ്പച്ചൻ പൂവത്തൂരുള്ള ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിലാക്കാം. എന്താ സന്തോഷമായോ? ആ ഇട്ടിച്ചായോ എവിടെ പോയതാ? കൊച്ചുകുഞ്ഞിനെ പൂവത്തൂരുള്ള ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കാൻ പോയതാ. അത് നന്നായി. കുറച്ച് ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ലതാ. അച്ചായോ മഴയ്ക്കൊരു കോള് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നീ വേഗം തൊഴയടാ ബാപ്പി. പോവാ. പൂവത്തൂരിലെ ഇംഗ്ലീഷ് സ്കൂൾ നിർത്തിയതോടെ കൊച്ചുകുഞ്ഞിന്റെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിച്ചു. പിന്നീട് അമ്മയുടെ മരണത്തോടെ തനിച്ചായ പിതാവിനെ സഹായിക്കാൻ കൊച്ചുകുഞ്ഞ് നിർബന്ധിതനായി. അദ്ദേഹത്തോടൊപ്പം പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കാൻ കൊച്ചുകുഞ്ഞും കൂടി. കേട്ടോടിയേ, നമ്മുടെ മറിയാമ നല്ലൊരു പെമ്പറന്നവരായിരുന്നു. അവര് പോയേ പിന്നെ ഇട്ടിച്ചനൊരു മൗനമാ. ഇപ്പം തീരെ കിടപ്പാന്നും പറയുന്ന കേട്ട്. ഇപ്പൊ കൊച്ചു ഞാൻ കാര്യങ്ങളൊക്കെ നടത്തുന്നല്ലേ? ആ ഇത് നോക്ക്. ഇട്ടീച്ചർ എങ്ങനെയുണ്ട് കൊച്ചുകുഞ്ഞ്? വലുവ് ലേശം കലശലായിട്ടുണ്ട്. ആഹാ, അല്ല ഏലിക്കുട്ടിക്ക് ഇതല്ലേ മാസം? ഈടെയായിട്ട് പള്ളിയിലോട്ടൊന്നും കാണാറില്ല. ദിവസവും ഇനി അടുത്തു. അതിന്റെ ക്ഷീണവും പരവശവും ഒക്കെ ഉണ്ട്. അടുത്തെങ്ങാനും ഉണർവേഗം ഉണ്ടോ കൊച്ചുകുഞ്ഞ്? പിന്നെ കുറെ ആളുകളെ സംഘടിപ്പിച്ചൊരു യോഗം നടത്താനാ തീരുമാനം. ആണോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, ഇഴയന്തുക്കൾ ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലാൻ നോക്ക്. ഓ, അവിടെ അവർ തനിച്ചല്ലേ ഉള്ളൂ. അത് നേരാ കൊച്ചുകുഞ്ഞെ. നീ ഇങ്ങ് തന്നാ മതി. ഏനക്കേട് ഒന്നും ഉണ്ടാക്കണ്ട. കൊച്ചുകുഞ്ഞു വന്നോ? ഇച്ചാച്ചൻ ഉണർവയോഗം കഴിഞ്ഞേ വരത്തുള്ളൂ. നീ ഇങ്ങനെ നിൽക്കുമ്പോ അവനോട് ഇത്തിരി നേരത്തെ വരാൻ പറയണം. എനിക്കോ അനങ്ങാൻ മേല. യൗവനക്കാര്, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. വ്യഭിചാരം, മോഷണം, പരസ്ത്രീ ബന്ധം പിടിച്ചുപറി യൗവനത്തിന്റേതായ ദുർനടപ്പടിൽ പെടാതെ യൗവനം നോക്കിയവർ